തനുജ, ഞാൻ പറയുന്നത് താനൊന്ന് ശാന്തമായിട്ട് കേൾക്കണം. ഒന്നും പറയണ്ട, ഞാൻ ചോദിച്ചത് തന്നാ മതി. നിങ്ങൾ പറയുന്നത് കേൾക്കാനല്ല ഞാൻ ജീവിക്കുന്നത്. ആവശ്യപ്പെട്ട തുക തരണം. തനുജ, എന്റെ കുടുംബത്തിന്റെ അവസ്ഥകൾ നിനക്കറിയില്ലേ? ന്യൂസിലൂടെ എല്ലാം നീ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ. ഞാൻ പറഞ്ഞതല്ലേ, പരമേശ്വരൻ എല്ലാ കാര്യങ്ങളും നിന്നെ അറിയിച്ചിട്ടുമില്ലേ? മോളെ, സാമ്പത്തികമായി നല്ല ഞെരുക്കത്തിലുമോ ഞാൻ? നിനക്കൊരു കുറവും വരുത്താതെ എല്ലാം കൃത്യമായി നോക്കിയിരുന്നില്ലേ ഞാൻ? കൃത്യമായി നോക്കണമല്ലോ, അത് നിങ്ങളുടെ ഉത്തരവാദിത്വമല്ലേ, കടമയല്ലേ. ഇത്രയും നാള് കൃത്യമായി നോക്കിയത് കൊണ്ടാണല്ലോ ഞാൻ അടങ്ങിയിരുന്നത്. കാര്യങ്ങൾ തെറ്റിത്തുടങ്ങിയെന്ന് മനസ്സിലായി. അപ്പൊ പിന്നെ ഞാനങ്ങ് ഇറങ്ങി. ഞാൻ ഒരിക്കലും ഒന്നും തെറ്റിക്കുന്നതല്ല. കാര്യങ്ങളെല്ലാം പരമേശ്വരനെ അറിയിച്ചിരുന്നു. എന്റെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചിരിക്കാൻ. തുറന്നു പറയാം, നിത്യ ചെലവുകൾ പോലും വലിയ ബുദ്ധിമുട്ടില്ല. അതിന് ഞാനെന്ത് വേണം? നിങ്ങളുടെ പ്രാരാബ്ദം കേൾക്കാനൊന്നുമല്ല ഞാൻ ഈ വെയിലും കൊണ്ട് ഇവിടെ നിൽക്കുന്നത്. നീ ഇങ്ങനെ കടുംപിടുത്തം പിടിക്കാതെ. നിനക്ക് അത്യാവശ്യത്തിനുള്ളത് ഞാൻ ഇപ്പോഴും എത്തിക്കുന്നുണ്ടല്ലോ. എനിക്ക് അത്യാവശ്യത്തിന് ഇതല്ല വേണ്ടത്. എനിക്ക് ആവശ്യമുള്ള അത്രയും ക്യാഷ് കിട്ടണം. ഞാൻ ആവശ്യപ്പെടുന്നതാ എനിക്ക് വരേണ്ടത്. തനുജ, നീ എന്നെ പരീക്ഷിക്കരുത്. ഒരു മനുഷ്യന് ചെയ്യാവുന്നതിനപ്പുറമുള്ള കാര്യങ്ങൾ ഞാനിപ്പോ ചെയ്യുക. കാശിന് വേണ്ടി ഞാൻ ചക്രശ്വാസം വലിക്കുമ്പോഴും നിന്റെ കാര്യങ്ങൾ മുടങ്ങാതിരിക്കാൻ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഒരു മിനിമം തുക ഞാൻ അയക്കാറുമുണ്ട്. ഞാൻ പറഞ്ഞു, മിനിമം അല്ല എനിക്ക് വേണ്ടത്. എന്റെ മാക്സിമം ആവശ്യങ്ങളും നടക്കണം. അതിന് ഞാൻ ചോദിക്കുന്നത് എനിക്ക് കിട്ടിയേ പറ്റൂ. ക്ഷമയ്ക്കൊരു പരിധിയുണ്ട്. നാളെ എന്റെ രജനി മോളുടെ കല്യാണം. ആർഭാടമായി നടത്തേണ്ട വിവാഹമായിരുന്നു. ഇപ്പോ 10-15 ബന്ധുക്കളെയും വിളിച്ച് ഇവിടുത്തെ ദേവീക്ഷേത്രത്തിൽ വെച്ച് നടത്തുക. ഒരു ചടങ്ങ് മാത്രം. കാരണം കയ്യിൽ കാശില്ല. അത് ശരി. എന്റെ കാര്യങ്ങൾ മുടക്കിയിട്ട് മോളുടെ കല്യാണം നടത്താനുള്ള തിരക്കില്ല. എന്റെ കാശ് വെച്ചിട്ട് മതി നിങ്ങളുടെ മോടെ കല്യാണം. ആ കല്യാണത്തെക്കാൾ പ്രാധാന്യമില്ലേ എനിക്ക് തരേണ്ട പണത്തിന്? ഞാൻ പറഞ്ഞല്ലോ, എനിക്കറിയാം. ഒരല്പം ക്ഷമിക്ക്. ഇല്ല, ക്ഷമിക്കാൻ പറ്റില്ല. നാളത്തെ കല്യാണത്തിന് കുറച്ച് ചെലവുണ്ട്. അതൊക്കെ കഴിഞ്ഞ് ഞാനൊന്ന് ശ്വാസം വിട്ടോട്ടെ. അങ്ങനെ നിങ്ങൾ ഇപ്പൊ ശ്വാസം വിടണ്ട. കാശില്ലാത്ത സമയത്ത് തന്നെ കല്യാണം നടത്തണമെന്ന് എന്തെത്ര ധൃതി. കല്യാണം മാറ്റിവെക്ക്, എന്റെ കാര്യം നടത്ത്. കല്യാണത്തിന് വേണ്ടി വെച്ചിരിക്കുന്ന കാശിങ്ങി തന്നാ മതി. എന്താ എന്താ പറഞ്ഞത്? എന്റെ മോളുടെ കല്യാണം മാറ്റി വെച്ചിട്ട് ആ കാശ് നിനക്ക് തരണമെന്നോ? യെസ്. എത്രയോ കാലമായി ഞങ്ങളൊക്കെ കൊതിച്ചിരിക്കുന്നതാ എന്റെ മോളുടെ കല്യാണം. നിനക്ക് ദൂർത്തടിക്കാൻ കാശ് തരാനായിട്ട് ഞാൻ എന്റെ മോളുടെ കല്യാണം മുടക്കണമെന്നോ? മുടക്കണമെന്ന് ഞാൻ പറയുന്നില്ല. എനിക്ക് എന്റെ ക്യാഷ് കിട്ടിയാ മതി. നോക്ക്, നിന്റെ മുമ്പിൽ പേടിച്ചും ടെൻഷൻ അടിച്ചു നിന്നിട്ടുള്ള സിദ്ധാർത്ഥനെ നീ കണ്ടിട്ടുള്ളൂ. യഥാർത്ഥ സിദ്ധാർത്ഥനെ നിനക്കറിയില്ല. ഓ, അങ്ങനെയാണല്ലേ? യഥാർത്ഥ സിദ്ധാർത്ഥൻ വേറെ ആളാണല്ലേ? ആ, യഥാർത്ഥ സിദ്ധാർത്ഥനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ യഥാർത്ഥ തനുജെ നിങ്ങളും കണ്ടിട്ടില്ല. ഫ്ലവേഴ്സ് ടിവിയുടെ സ്മാർട്ട് ഷോയിൽ പങ്കെടുക്കാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. ഉടൻ തന്നെ ഈ നമ്പറിലേക്ക് വിളിക്കുക. 7593829838. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ഉടൻ വരുന്നു ഫ്ലവേഴ്സ്. നീ ഭീഷണിപ്പെടുത്തുകയാണോ? ഭീഷണിപ്പെടുത്തുന്നത് നിങ്ങളല്ല. ഇങ്ങോട്ട് ഭീഷണിപ്പെടുത്തിയ അങ്ങോട്ടും ഭീഷണി തന്നെയാ. നീ ആരോടാടി നേർക്കുനേരെ സംസാരിക്കുന്നത്? എന്താ പേടിപ്പിക്കുക? നിങ്ങൾക്ക് ശക്തി കാണിക്കാൻ രാഷ്ട്രീയക്കാരും പാർട്ടിക്കാരും എല്ലാം വേണം. പക്ഷെ എനിക്ക് ഞാൻ മാത്രം മതി. തൽക്കാലം നിങ്ങളുടെ മോടെ കല്യാണം നന്നായി നടക്കട്ടെ. അപ്പൊ ശരി.
ഫ്ലവേഴ്സ് ടിവിയുടെ സ്മാർട്ട് ഷോയിൽ പങ്കെടുക്കാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. ഉടൻ തന്നെ ഈ നമ്പറിലേക്ക് വിളിക്കുക. 7593 829838. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ഉടൻ വരുന്നു ഫ്ലവേഴ്സ്.